ഹരേ കൃഷ്ണ. ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാവരും വൈകുണ്ഠ ഏകാദശി ആചരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും എൻ്റെ വൈകുണ്ഠ ഏകാദശി ആശംസകൾ ഞാൻ അറിയിക്കുന്നു. വൈകുണ്ഠം എന്ന വാക്കിന് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. വേൾഡ് വിത്തൗട്ട് ആൻസൈറ്റി എന്നതാണ് വൈകുണ്ഠം എന്ന വാക്കിന്റെ അർത്ഥം. അതായത് നമുക്ക് പരാതികളും പരാധീനതകളും ഇല്ലാത്ത ഒരു ലോകമാണ് വൈകുണ്ഠം അല്ലെങ്കിൽ വിഷ്ണുപാദം എന്ന് പറയുന്ന ഒരു സ്ഥലം. വൈകുണ്ഠ ഏകാദശിക്ക് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയും, പുത്രദ ഏകാദശി എന്ന് പറയും, പോരാതെ ഭീഷ്മ ഏകാദശി എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് വൈകുണ്ഠ ഏകാദശി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ, ഒരു ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു ലോകമാണ് വൈകുണ്ഠം. അവിടേക്ക് നമ്മൾക്ക് എത്തിച്ചേരാനായിട്ട്, ഭഗവാന്റെ തിരുവടിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഉള്ളൊരു വഴിയാണ് ഈ ഇത്തരം രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ പുത്രദ ഏകാദശി എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പുത്രപൗത്രാദി പരമ്പരയ്ക്ക് വേണ്ടിയും മാത്രമല്ല നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ എടുക്കുന്ന ഒരു ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ പുത്രദ ഏകാദശി എന്ന് പറയുന്നത്. ഇനി സ്വർഗവാതിൽ ഏകാദശി എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഭഗവാന്റെ 7 വാതിലുകൾ, അതായത് വൈകുണ്ഠത്തിലുള്ള 7 വാതിലുകൾ തുറക്കുന്ന സമയമാണ് ഈ ഒരു വൈകുണ്ഠ ഏകാദശി സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്വർഗവാതിൽ ഏകാദശി എന്നും കൂടെ അറിയപ്പെടുന്നത്. ഭീഷ്മ ഏകാദശി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്നേ ദിവസമാണ് പിതാമഹനായ ഭീഷ്മൻ ശരശയ്യയിൽ നിന്ന് സ്വർഗം പ്രാപിച്ചത് എന്നൊരു വിശ്വാസവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഭീഷ്മ ഏകാദശി എന്നും ഈ ഒരു വൈകുണ്ഠ ഏകാദശിയെ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വൈകുണ്ഠ ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.